പൗലോസ് തന്നെ തൻ്റെ ജീവിതത്തിൽ പറയുന്നില്ലേ, കള്ളന്മാരാലുള്ള ആപത്തും കപ്പൽ ഛേദത്തെക്കാളൊക്കെ അകത്ത് നിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു സഭയല്ല, പല സഭകൾ താൻ ഇടപെടുമ്പോൾ, താൻ പല സഭകൾ നോക്കുമ്പോൾ സഭ വളരുന്ന അനുസരിച്ച് അവിടുത്തെ ഐക്യത കെടുത്തുന്നു, അവിടുത്തെ ഉള്ളിലുള്ള പലവിധ പ്രശ്നങ്ങൾ അവിടൊക്കെയാണ് ഇപ്പം തിമോത്തിയോസിനോട് പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ച ഒരു കാലം പോലല്ല നീ പ്രവർത്തിക്കാൻ പോകുന്നത്, ഞാൻ ചെയ്തതിൻ്റെ ശുശ്രൂഷ ബാക്കി അല്ലെങ്കിൽ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ നിന്നെ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട്, നീ ഇപ്പം ചെറുപ്പമാണ്, നീ എന്ത് ചെയ്യണം, അത് നിൻ്റെ യൗവനം എന്ന് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോവുക. അതുകൊണ്ട് നീ ഓരോ കാര്യങ്ങൾ പഠിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതല്ല നമ്മളിന്ന് വായിച്ചത്. അതുകൊണ്ട് എങ്ങനെ ആ ഏരിയയിൽ പ്രവർത്തിക്കണം എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. സഭയ്ക്ക് അകത്തുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നീ അവരോട് അങ്ങനെ ഉപദേശിച്ച് അവരെ മനസ്സിലാക്കണം. വലിയ പാടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും കൃപയോടുകൂടി നമ്മളായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹിപ്പാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള മനസ്സ് അല്ലെങ്കിൽ ഒരു കുടുംബമല്ലേ. ഇതാണ് ഇന്നത്തെ സഭകൾ. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ വേറൊരു അറ്റ്മോസ്ഫിയറിലാണ്, നമ്മൾ വേറൊരു കർത്താവിൻ്റെ മേഘസ്തംഭത്തിൻ്റെ കീഴിലാണ്, നമ്മൾ അധികം വേറെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ ഫൈറ്റുകളോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തിമോത്തിയോസേ, നീ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാൻ ഇതുപോലാണ് മത്സരവും ഇതൊക്കെ നമ്മൾ ഇതൊന്നും നമ്മൾ കണ്ട് പഠിക്കല്ലേ, ഇതൊന്നും അനുകരിക്കല്ലേ. ഈ കണ്ടു പഠിക്കാതിരിക്കാൻ എളുപ്പമാണ്, അവരിൽ നിന്ന് അങ്ങ് വിട്ട് തന്നാൽ മതി. പക്ഷേ തിമോത്തിയോസിനോട് പറഞ്ഞു, ഇതല്ല, നീ ഇവരെയൊക്കെ എന്ത് ചെയ്യണം. അന്ന് സാത്താൻ അങ്ങനെ സ്വർഗീയ ശരീരം ഒരിക്കൽ പ്രാപിച്ചല്ലേ, അങ്ങനെ പ്രായമാകത്തൊന്നുമില്ലല്ലോ. അന്നത്തെ പയറ്റൊക്കെ തന്നെയാണ് ഇന്നും പയറ്റുന്നത്, അന്നത്തെ ഐഡിയാസൊക്കെ തന്നെയാണ് ഇന്നും ഐഡിയാസ് അടുത്തത്. അപ്പം അവിടെയൊക്കെ നീ അവരെ പറഞ്ഞു. അങ്ങനെയല്ലേ 6-ാമത്തെ വാക്യം വായിച്ച്, നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ മോചനം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. നീ അവരെ ഇതൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കണം. ദ വേർഡ് ഓഫ് ഫെയ്ത്ത്, ദ ഗുഡ് ഡോക്ട്രിൻ. ആ വിശ്വാസ വചനം, ആ സദ് ഉപദേശം അല്ലെ നല്ല ഉപദേശം നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, ഇൻസ്ട്രക്ട് ദം, പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും, നല്ല വേലക്കാരനായി തീരും, നല്ല ശുശ്രൂഷ. അത് ഓപ്പോസിറ്റായിട്ടിട്ടെ, ആ ബാക്കിയൊന്ന് ഓപ്പോസിറ്റായിട്ടെ. നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു നല്ല ശുശ്രൂഷകൻ. അപ്പോൾ അവിടെ എല്ലാം ഈ ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ്റെ സമയത്താണ് ഇപ്പം ബൈബിൾ എവിടെ എടുത്തു കഴിഞ്ഞാലും മക്കളോട് പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻ. അവിടെ ഇടറിപ്പോകല്ല, വിശ്വാസികളോട് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ അമ്മമാർ കുഞ്ഞുങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ഭർത്താക്കന്മാർ കുടുംബത്തെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ഇല്ലേ, ഹല്ലേലൂയ. എല്ലായിടത്തും ആ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗം വരുമ്പോൾ നീ അത് കൃപയോടുകൂടി ഇനി അതെങ്ങനെ ചെയ്യണം എന്ന് താഴോട്ട് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ 7-8 ചിന്തിച്ചാണല്ലോ നിർത്തിയത്. 7-ാമത്തെ വാക്യം വായിച്ചു. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എക്സസൈസ് ടുവേർഡ്സ് ഗോഡ്ലിനെസ്. ഭക്തിക്ക് കാരണമായ രീതിയിൽ നീ എന്ത് ചെയ്യണം, അഭ്യാസം. അഭ്യാസം എന്ന് പറയുമ്പോൾ ഫൈറ്റല്ല, എക്സസൈസിനേ ഉള്ളൂ എൻ്റെ മൂലഭാഷയിൽ. നീ നല്ല അതിലൊരു വളർച്ച വേണം. എന്തോ നമ്മൾ മസിൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യുന്നത്, ഇപ്പോഴത്തെ പണ്ടത്തെ ജിം പോലല്ല. പണ്ട് ചെറുപയറും 2 പച്ചമുട്ടയൊക്കെ പാലിനകത്തൊക്കെ അടിച്ചു പോയി, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുടിച്ചു, അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ ഒന്നിച്ചുള്ള എക്സസൈസ്. ഇപ്പം അങ്ങനെയല്ല, ഓരോരോ കാർഡിയോ വാസ്കുലർ എക്സസൈസ്, ഓരോ ഞരമ്പുകൾ ഹാർട്ടിലോട്ട് പോകുന്ന ആർട്ടറിക്കുള്ള എക്സസൈസ്, സ്റ്റെപ്സ് കയറുക ഇറങ്ങുക, അതിൻ്റെ കാലിൻ്റെ ഓരോ ഭാഗങ്ങൾ, നെഞ്ചിൻ്റെ ഓരോ ഭാഗങ്ങൾ, കൈയുടെ, അങ്ങനെ മസിൽ പേരുകൾ പറഞ്ഞ് അങ്ങനെയുള്ള ട്രെയിനേഴ്സാണ്, അതിൽ എഡ്യൂക്കേറ്റഡായ ട്രെയിനേഴ്സാണ്. അവർ മസിലിൻ്റെ പേര് പറഞ്ഞ് ഞാൻ തിങ്കളാഴ്ച ഇന്ന എക്സസൈസ്, ചൊവ്വാഴ്ച ഇന്ന എക്സസൈസ്. അപ്പോൾ എന്തുവാ അവിടെ സംഭവിക്കുന്നത്? എന്തുവാ, പണ്ടൊക്കെ കൈ മാത്രം ഉരുണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ അത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്മെൻറ്റ് വന്നതാണ് എക്സസൈസസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സസൈസിൽ 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും മൂലഭാഷയിൽ ജുംനാസോ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ ഈ ജിംനേഷ്യം എന്ന് പറയുന്ന പോലെ അതിൻ്റെ ആ ഗ്രീക്ക് പദത്തിലാണല്ലോ വന്നത്. അവിടെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന എക്സസൈസ് ടുവേർഡ്സ് ഗോഡ്ലിനെസ്. ദൈവഭക്തിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ എന്തോ ഉണ്ടാകുന്നത്? വളർച്ച, വർധനവ്. അപ്പം ദൈവഭക്തി വർദ്ധിക്കുവാനുള്ള എക്സസൈസ്. പിന്നെയാണ് 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ശരീരാഭ്യാസവും. ശരീരാഭ്യാസം നമ്മുടെ ഈ താൽക്കാലികമായ പുറമേ ഉള്ള ശരീരത്തിന്. ഞാൻ
നിങ്ങളെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത്. ചില സമയത്തൊക്കെ ഓവർ പണി നിമിത്തം പ്രായം ഇപ്പോൾ ആവുന്നല്ലോ മുമ്പോട്ട് മസിൽ ടയറൊക്കെ ഉണ്ടാവും. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി പണിത് എൻ്റെ കാലിൻ്റെ മസിൽസൊക്കെ കുറച്ച് ദിവസമായി ഇപ്പോഴും വേദന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയാം ഒരു വലിച്ചിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ദിവസങ്ങൾ നമുക്കറിയാം നല്ല ഉന്മേഷമാണ്. അന്ന് രാവിലെ കുളിച്ചൊരുങ്ങി വെളിയിലോട്ട് പോയി ആൾക്കാരോടൊക്കെ സംസാരിക്കാനും, ഇവിടെ ഇനി ആൾക്കാർ വന്നു ആഹാരം കഴിച്ചില്ലെങ്കിൽ 4 മണി വരെ ഇവിടുന്ന് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഉന്മേഷം. ഇനി ഞാൻ തന്നെ നിങ്ങൾക്കൊക്കെ ഈ അനുഭവങ്ങളുണ്ടായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഫീൽ അടിക്കത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഞാൻ തന്നെ ഇനി ഒരു വളരെ ചില ദിവസങ്ങൾ മഴക്കാറൊക്കെ അല്ലേ, രാവിലെ എഴുന്നേക്കാൻ രാത്രി ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും കിടന്ന്, മഴക്കാറൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാതെ പണിയൊന്നും എടുക്കാതെ ഒരു ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് അന്ന് രാവിലെ കഴിക്കാനും ലേറ്റായി, ഉച്ചക്കത്തേതും ലേറ്റായി, പണിയെടുത്തില്ലേ ഗ്യാസ് കയറും. കഴിക്കുക, പണിയെടുത്തില്ല എന്ത് സംഭവിക്കും? ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ദഹിക്കണ്ടേ, ദഹിക്കാതെ അപ്പോൾ അന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും വിചാരിക്കും നാളത്തേക്കാക്കാം. ആ ഭവന സന്ദർശനം എന്ത് ചെയ്യുക? അവരെന്നെ വിളിച്ചു, അവർക്ക് അത്യാവശ്യമാണ്, ദൈവം എന്നോട് ഇടപെടുന്നുണ്ട്. പക്ഷേ എൻ്റെ ശരീരം എന്തല്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ശിഷ്യന്മാരുടെ ശരീരം എന്തല്ല, ഒരുക്കമല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ശരീരം കൂടി ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ നല്ല രക്തം എൻ്റെ ശരീരത്തിലൂടെ ഓടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനെ ഡൗൺ ആക്കാൻ സാത്താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ആ മനസ്സിനെ ഡൗൺ ആക്കുന്ന വിഷയം ഇൻസ്റ്റൻറ്റേസ്ലി ഞാൻ എന്ത് ചെയ്യും? അതിന് ജയിക്കും. കാര്യം എന്തുവാ? നല്ല മൈൻഡും ശരീരവും ഒക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ നടന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പം ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. എങ്ങനെ? ഉത്സാഹമുണ്ടാക്കുവാൻ. അതുപോലെ തന്നെ നമുക്ക് ദൈവം ആയുസ് തരുന്നത്, തരുന്ന ആയുസ് ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്പം എക്സസൈസ് ചെയ്യണം. അപ്പോൾ എക്സസൈസിന് ഒരു ദോഷവുമില്ല. എക്സസൈസിലായിരിക്കല്ല നമ്മുടെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് അല്പം എന്നുള്ള പദം ശ്രദ്ധിച്ചോ. കുറച്ച് എന്നല്ല, അതിലും വളരെ ഒരു ചെറിയ യൂണിറ്റാണ് അല്പം, ഇല്ലേ? നമ്മൾ കുറച്ച് ചെയ്തോ എന്ന് പറയുന്നതിനേക്കാൾ ഡീറ്റെയിലാണ് അല്പം. ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. പക്ഷേങ്കിൽ നിങ്ങൾ ദൈവകൃപയോടുകൂടി ഇരിക്കണമെങ്കിൽ, ദൈവകൃപയിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എവിടെ എഴുതിയിരിക്കുന്ന? ഇപ്പോഴുള്ള ജീവിതത്തിൽ നീ ആത്മീയമായിട്ട് സന്തോഷമായിട്ടിരിക്കണേലും വരുവാനുള്ള ജീവിതത്തിൽ നിനക്ക് ശ്രേഷ്ഠമേറിയ പദവി സ്വർഗത്തിൽ കിട്ടി നിത്യമായിട്ട് നീ കർത്താവിനോടുകൂടി സന്തോഷിക്കണമെങ്കിലും എന്ത് ചെയ്യണം? ദൈവഭക്തിക്ക് അവിടാണ് ദൈവസ്നേഹം, വിശ്വാസം, പ്രത്യാശ, കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, അവിടെ എല്ലാം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, എക്സസൈസ് ചെയ്യുമ്പോൾ വർദ്ധിക്കും. എക്സസൈസ് ചെയ്തിട്ട് ആദ്യം ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാം? നമ്മൾ 94 തൊട്ട് ആ സമയത്തൊക്കെ കുറേ പോകുമായിരുന്നു. പിന്നെ ശുശ്രൂഷയിലായിട്ട് സമയം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ സ്പീക്കർ പൊക്കലും ജനറേറ്റർ പൊക്കലും ഉണ്ടായിരുന്നല്ലോ കുറച്ച് ആൾ. അതാണ് വെയ്റ്റ്സിൻ്റെ പകരം പിന്നെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കുറേ മിറേഴ്സ് വെച്ചിട്ടുണ്ട്, കുറേ കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. ഈ ആദ്യം വരുന്ന എക്സൈറ്റ്മെൻ്റ് ആണ് വലിയ രസം. ആദ്യം പോയി ചേരും, ഒരാഴ്ച അങ്ങോട്ട് കഠിനമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ദിവസം കഠിനമായിട്ട് ചെയ്തിട്ട് ആദ്യം അവർ പോയി നോക്കുന്നത് എന്തുവാ? അവിടെ ഇവിടെ ഒക്കെ ഒന്ന് മസിലൊക്കെ ഒന്ന് പിടിച്ച് നോക്കും. മിററിലാണ് നോക്കുന്നത്. കാര്യം എന്തുവാ അവർ നോക്കുന്നത്? ഞാൻ വന്നതിനേക്കാൾ ഒരു 1/2 കിലോ മസിൽ മാസ് ഉണ്ടായോ ഇല്ലേ, വളർച്ച. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാനാണ് അവിടെ എല്ലാം കണ്ണാടി വെച്ചിരിക്കുന്ന. ചില കൂടിയ ജിംസിലൊക്കെ വെയിങ് മെഷീനും വെച്ചിട്ടുണ്ട്. കുറയേണ്ടവർക്ക് കുറയാം, കൂടേണ്ടവർക്ക് കൂടാം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടണം. ദൈവഭക്തിക്ക് കാരണമായി നിങ്ങൾ അഭ്യാസം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജിംനാസോ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന പോലെ എക്സസൈസ് ടുവേർഡ് ഗോഡ്ലിനെസ്, ഈ ഏരിയയിലൊക്കെ ഒരു വർധനവ് ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വാക്യം വായിച്ചു, എബ്രായ ലേഖനം 5:14. ഒന്ന് വായിച്ചേ. ഹീബ്രൂ 5:40. ഇന്ദ്രിയങ്ങൾ, യു ഹാവ് യുവർ ഓർഗൻസ് എക്സസൈസ്ഡ് ടു ഡിസേൺ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഈ കൈയും കാലും ഒന്നും അല്ല, ആ ഇന്ദ്രിയങ്ങളെ പറ്റി അല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. കൈയും കാലും കൊണ്ടും അല്ലല്ലോ നമ്മൾ നല്ലത് തിന്മ ഏതാണെന്ന് തിരിച്ചറിയുന്നത്. അഹത്തെ മനുഷ്യൻ, സ്വർഗീയ ജ്ഞാനം, ഏത് വിളച്ചിലുമായിട്ട് സാത്താൻ വന്നാലും അതിനെ ബ്ലോക്ക് ചെയ്യുവാനും ഡിഫെൻഡ് ചെയ്യുവാനും അറ്റാക്ക് ചെയ്യുവാനും, ഇല്ലേ? നമ്മൾ തേക്വാണ്ടോ കരാട്ടിയോ എവിടെ എന്ത് പഠിച്ചാലും അവിടെയൊക്കെ എന്ത് ബ്ലോക്ക്, ഡിഫെൻസ്, അത് കഴിഞ്ഞിട്ടാണ് അറ്റാക്ക്. ആദ്യമേ കയറി അറ്റാക്ക് ചെയ്യുന്നവന് വിക്കറ്റ് മറയ്ക്കാതെ ബോൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ആദ്യമേ ചെയ്യേണ്ടത് എന്തുവാ? നമ്മുടെ വിക്കറ്റ് പോകാതെ, അല്ലെ നമുക്ക് അറ്റാക്ക് കിട്ടാതെ എന്ത് ചെയ്യും? വി ഡിഫെൻഡ്. അപ്പം ഇതൊക്കെയാണ് അഭ്യാസം.
ഇല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നിങ്ങളുടെ ഒന്നുകൂടെ വായിച്ച ഇന്ദ്രിയങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്ക് മാത്രമേ യെസ് തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ദൈവമക്കൾ പ്രാപിക്കേണ്ട കാര്യങ്ങൾ. കാര്യം നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തിൽ തുടക്കത്തിൽ വരുന്ന പോലെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ വന്നു, ഒത്തിരി കണ്ണുനീരോടുകൂടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ആദ്യ ഫലമായിട്ട് ഒറ്റയ്ക്ക് വിശ്വാസം വരും. ഞാൻ അവസാനം പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഒരു 3-4 വിഷയങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക് പറയേണ്ടത്. ഞാൻ ആ സഹോദരിയുടെ വിഷയവും ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യ ഫലമായിട്ട് വരുന്നവർ ഒത്തിരി വില കൊടുക്കേണ്ട വരും. അവരുടെ വിചാരം രക്ഷിക്കപ്പെടുന്ന സമയത്ത് കൊടുത്തു വില, ഇച്ചിരി കഴിയുമ്പോൾ കുടുംബം വന്ന് വിശ്വാസത്തിൽ, മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരൊക്കെ ശരിയായി. ഇനിയിപ്പോൾ എന്തുവാ? കയറ്റമൊക്കെ കഴിഞ്ഞ് ഇനി എന്തുവാ? ഇറക്കമാ, റിലാക്സ്. ചിലരൊക്കെ പറയുന്ന പോലെ ഇനി അങ്ങോട്ട് എൻജോയ് ആസ്വദിച്ചു കൊള്ളാമല്ലോ. കാഹളമൂതുന്ന പെരയിൽ പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അവസാനത്തെ ദിവസം യേശുവിന് വേണ്ടി ജയിലിൽ കിടക്കുവാതാൻ തൻ്റെ കഴുത്തിൽ വാള് വീണ ഇല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണേലും തന്നെ കൊന്നത്, ആ വാള് വീഴുവോ അല്ലെങ്കിൽ എങ്ങനെ അന്ന് തന്നെ കൊന്നോ, അതുവരെ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവോ, അല്ലെങ്കിൽ യേശു നമ്മളെ കാഹളമൂതുമ്പോൾ സ്വീകരിക്കുന്ന ദിവസം വരെയും എന്തുണ്ട്? വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ഒരു പോരാട്ടമുണ്ട് ഇല്ലേ? പോരാട്ടമില്ലേ? ഇനി നമ്മളൊന്നെല്ലാം ശരിയായെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ അടുത്ത ലെവൽ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഒരുക്കുമ്പോൾ, നമ്മൾ ഈ ഗിയർ മാറുമ്പോൾ, ഞാൻ ഒക്കെ ജീപ്പൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് അറിയാം. എന്നാൽ ജീപ്പ് ഇച്ചിരി കയറ്റമുള്ള ഹൈ റേഞ്ച് പോലത്തെ സ്ഥലം വരുമ്പോൾ നമുക്ക് ചുമ്മാ ഈ മെയിൻ റോഡിൽ ഓടിക്കുന്ന പോലെ ഗിയർ മാറാൻ പറ്റത്തില്ല. ലോറി ഓടിക്കാൻ, ട്രക്ക് ഓടിക്കുന്നവർ 20 വീലൊക്കെയുള്ള അശോക് ലേലാൻഡൊക്കെ ഓടിക്കാൻ, എൻ്റെ കൊതി കൊണ്ട് ഓടിക്കാൻ എനിക്ക് ഒരാൾ അവസരം തന്നു. കുറേ ഓടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ട്രക്കൊക്കെ ഓടിക്കുമ്പോൾ, ഹെവി വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ, നമ്മുടെ സാധാരണ മഹീന്ദ്ര പഴയ വില്ലേജ് ജീപ്പ് ഓടിക്കുമ്പോൾ ചുമ്മാ രണ്ടാമത്തെ ഗിയറിൽ നിന്ന് മൂന്നാമത്തെ, അവിടെയൊക്കെ രണ്ടാമത്തെ ഗിയർ എടുക്കാൻ പറ്റത്തില്ല, ഗിയർ മാറാൻ പറ്റത്തില്ല. അവിടെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അടുത്ത ഗിയർ മാറുന്നത് ഒന്ന് റേസ് ചെയ്യും, റേസ് ചെയ്തിട്ടാണ് അടുത്ത ഗിയർ മാറുന്നത്. അതെന്തിനാണ്? ഒരു പ്രിപ്പറേഷനാണ്. ഇത് ഹെവി ഗിയേഴ്സാണ്, സ്മൂത്ത് ഗിയേഴ്സ് അല്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ വണ്ടികൾ, ലോഡ് ബെയറിംഗ് വണ്ടികൾ, അതിൻ്റെ ഡ്രൈവേഴ്സിന് അറിയാവുന്ന ഒരു കാര്യം, സാധാരണ മാരുതി കാർ ഓടിക്കുമല്ലോ, ചെറിയ ഈസി കാർസ് ഓടിക്കുന്ന അതിലോട്ട് ചെല്ലുമ്പോൾ ഗിയർ മാറാൻ തുടങ്ങിയ വണ്ടി ഇടിച്ച് നിൽക്കും. അപ്പം അടുത്ത ഗിയർ മാറുന്നതിന് മുമ്പേ ഒന്ന് റേസ് ചെയ്തിട്ടാണ് ഗിയർ മാറുന്നത്. അതിൻ്റെ ഒരു ടെക്നോളജിയാണ്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിൽ നമ്മൾ എന്നും ഇങ്ങനെ ഇരിക്കുമല്ലോ. ദൈവം ഓരോരോ ലെവൽ നമ്മളെ ശുശ്രൂഷയിൽ, സാധാ വിശ്വാസിയല്ല, ശുശ്രൂഷയിൽ വളർത്തുക. അവിടെ നമ്മൾ എത്രത്തോളം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു അത്രത്തോളം താഴ്ത്തുക. അത് മറന്നു പോകല്ലേ? ഹല്ലേലൂയ. അത്രത്തോളം ക്രിസ്തുവിന് യോഗ്യരാക്കുക, ക്രിസ്തുവിൻ്റെ ക്രൂശിന് യോഗ്യരാക്കുക. അപ്പം അടുത്ത ഒരു ലെവൽ ഓഫ് മിനിസ്ട്രിക്ക് മുമ്പേ ദൈവം ശരിക്കും നമ്മളെ ഒന്ന് പണിയും. അവിടെ ഒക്കെ ഇടറിപ്പോകാതെ നിൽക്കുവാൻ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ യുവർ ഓർഗൻസ് ഹാവ് ടു ബി എക്സസൈസ്ഡ്. എബ്രാഹിം നമ്മൾ വായിച്ചില്ലേ? നന്മ തിന്മകൾ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേറെ ആരുടെയും ആലോചനയില്ലാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് വിവേചിക്കുവാൻ പിശാചിൻ്റെ തന്ത്രത്തെ വിവേചിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? ബലം പ്രാപിച്ചിരിക്കണം, എക്സസൈസ്ഡ് ആയിരിക്കണം. അത് ആന്തരിക അല്ലെങ്കിൽ ആത്മീയ അവയവങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. ആ സ്വർഗീയ ജ്ഞാനവും ശക്തിയെ പറ്റിയാണല്ലോ പറയുന്നത്. നമുക്കറിയാം. തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. 9 വായിച്ചു. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാസ്തവമുള്ളതാക്കിയാൽ സകലത്തിന് പ്രയോജനകരമാകുന്നു. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം. വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. കാരണം നമ്മളൊന്ന് മടിയല്ലാതെ നമ്മളെ ഉത്സവം. പക്ഷേ ദൈവഭക്തിക്ക് കാരണമായ അഭ്യാസമാണ്. അത് എങ്ങനെ ഉണ്ടാകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുവാം. 2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. നമ്മളൊക്കെ പണ്ട് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാനിതിന് വേറൊരാളോട് മിണ്ടുന്നു, പരിചയപ്പെടുന്നു, മേളിൽ കയറിയും കിടക്കും, ഇറങ്ങേണ്ട സമയം വരെ അവിടെ കയറിയും കിടക്കും, കഴിക്കാൻ നേരം ഇറങ്ങി വരും, അല്ലെ കൈ കഴുകാൻ ഇറങ്ങി വരും, ബാത്റൂമിൽ പോകേണ്ട ഇറങ്ങി വരും, അവിടെ കയറി കിടക്കും. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വേറെ ആളോട് സംസാരിക്കുന്ന എന്തിനാണ്, പരിചയപ്പെടുന്ന എന്തിനാണ്? ആരോ എവിടെയോ പോകുന്നവർ, എൻ്റെ സംസ്ഥാനത്തിലുള്ളവരായിരിക്കത്തില്ല ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത്. പക്ഷേ
ഇതുപോലെ ദൈവകൃപ അഭ്യാസം ചെയ്ത് പ്രാർത്ഥിച്ച്, കർത്താവെ ഞാനൊരു യാത്രയ്ക്ക് പോവാം, ഞാൻ ചിലരെ ഇന്ന് കണ്ടുകൊണ്ട് ഒരു ഭവനം സന്ദർശിക്കും, എനിക്കവിടെ എങ്ങനെ ചിലരെ എൻകറേജ് ചെയ്യുവാൻ കഴിയും എന്ന് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. കാര്യം യേശുവിൻ്റെ ഭാവം നമ്മളിലേക്ക് വരണം, ആ ആത്മഭാരം വരണം. എത്ര പേര് നശിച്ചു പോകുന്നു, എത്ര പേര് തകർന്നു പോകുന്നു. ആത്മഭാരം നമ്മൾ വന്നാൽ മാത്രമേ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ കാര്യം, സ്വാർത്ഥൻ ഒരു ജാതി ചിന്തിക്കുന്ന പോലെ ഞാനൊരിടത്ത് പോകുന്നു, അവിടെ ചെന്നിട്ട് എൻ്റെ കാര്യം ചെയ്യണം. ആ യാത്ര നിശബ്ദം, മൗനം, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യും. ഞാനിവിടുത്തെ പാസ്റ്ററൊന്നും അല്ലല്ലോ. ഞാൻ പോകുന്ന വഴിക്ക് ഇനി ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ എന്തിനാ ആൾക്കാർ എതിർക്കുന്നത്? അവൻ രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ച് എനിക്കെന്നാ, എൻ്റെ സഭയിൽ വരുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. യേശുവിനുള്ളവനല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരുങ്ങിപ്പോകുന്നവർ, ഈ ഇന്ദ്രിയങ്ങൾ എക്സസൈസ് ചെയ്ത് പോകുന്നവർ എന്ത് ചെയ്യും? അവർ സംസാരിക്കും, അവർ എൻകറേജ് ചെയ്യും. ദൈവമക്കളെ, എത്ര പേരാണെന്നറിയാം അനുഭവങ്ങൾ പറഞ്ഞത്. നമുക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഇവിടെ KCBയുടെ സെക്യൂരിറ്റി ആയിട്ട് ഓപ്പോസിറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റിൽ ഉള്ള ചോറ്റാനിക്കലിലെ ബാബു ബ്രദറുണ്ടല്ലോ, താൻ പോലും അനുഭവം പറഞ്ഞു. ഇവിടെ നമ്മുടെ കാരാനിക്ക് കുറേ നാൾ വന്നതല്ലേ, താൻ പോലും അനുഭവങ്ങൾ പറഞ്ഞത് എങ്ങനെ? ഒരു വ്യക്തി തന്നോട് ട്രെയിനിൽ വെച്ച് സുവിശേഷം പറഞ്ഞു, വിട്ടില്ല, ആ നമ്പർ വാങ്ങിച്ചു. പക്ക ഹിന്ദു, പക്ക പട്ടാളക്കാരൻ, ട്രെയിനിൽ ഇരിക്കുമ്പോഴും കുപ്പി ഉണ്ടായിരുന്നു, മദ്യപിച്ചിരിക്കുമായിരുന്നു. എന്നിട്ടും ആ പുള്ളിയെ വിട്ടില്ല. മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പക്ഷേ ആ പറഞ്ഞ സുവിശേഷമാണ് തൻ്റെ നമ്പർ വാങ്ങിച്ച് തന്നെ വിട്ടില്ല, വീണ്ടും ഫോളോ അപ്പ് ചെയ്തു. അത് താൻ രക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്നാനപ്പെടേണ്ട ഒരു സമയമായതുകൊണ്ട് ഒരു വ്യക്തിയെ എൻകറേജ്, വി കീപ്പ് ഓൺ വിറ്റ്നസിങ്. നമ്മൾ പറയുമ്പോൾ, ട്രെയിനിൽ പറയുമ്പോൾ പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. പിന്നെ ഞാൻ സുവിശേഷകനായിട്ടാണ്, എൻ്റെ ചുറ്റിനും 6 പേരാണല്ലോ ഒരു സെക്ഷൻ, 8 പേര്. അപ്പം പിന്നെ ഞാൻ അറിയുന്നത് ആരായിട്ടാണ്? ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കുന്ന 7 പേരും കേട്ടു. പിന്നെ ഞാൻ ഫോണിൽ നോക്കുന്ന മൊബൈൽ ഏതായിരിക്കണം? ആത്മീയ കാര്യങ്ങളായിരിക്കണം. എല്ലാവരും എന്നെ നോക്കുക. ഐ ആം എൻ ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ അല്ലാന്ന് വെച്ചോ. ഞാൻ ജസ്റ്റ് ഒരു വിശ്വാസിയാണ്. പക്ഷേ ഞാൻ എന്തോ ഇപ്പം പറഞ്ഞത്? ഞാനിപ്പോൾ എക്സസൈസ് ചെയ്ത് എന്തുവാ? ദൈവകൃപയ്ക്ക് കാരണമായിട്ടാണ് എക്സസൈസ്. അപ്പോൾ ഐ വിറ്റ്നസ് ജീസസ്. പിന്നെ അടുത്തത് ഞാൻ സംസാരിക്കും, അപ്പോൾ ആർക്കെങ്കിലും ഒരു സീറ്റ് വേണം. അവിടെ എല്ലാവരും സീറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് കാണാമല്ലോ ട്രെയിനിൽ. അവിടെ ഒന്നും കരുണ കാണിക്കാത്ത അനുഭവങ്ങൾ എനിക്ക് പാടില്ല. എൻ്റെ അധരം ഞാൻ സൂക്ഷിക്കും, വർത്തമാനം പറയുന്നത്, ചിന്തിക്കുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. തിരിച്ചു വരുന്ന ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയാം? ശിഷ്യന്മാർ തുള്ളിയും പാടിയും സന്തോഷിച്ച പോലെ സന്തോഷിക്കുവാൻ കഴിഞ്ഞു. കാരണം ഹല്ലേലൂയ, ആ ഒരു യാത്രാ സമയത്ത് ഐ കുഡ് വിറ്റ്നസ് ജീസസ്. ഹല്ലേലൂയ, എനിക്ക് യേശുവിനെ ഒന്ന് സാക്ഷീകരിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അത് നമുക്ക് വളരെ പ്രയോജനം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഹല്ലേലൂയ വിറ്റ്നസ് ചെയ്യുവാനും, കർത്താവിനെ അനുഭവിക്കുവാനും, ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനും, അങ്ങനെ ദൈവം നമ്മളെ കൂടുതൽ ശുശ്രൂഷയിപ്പിക്കുവാനും ഒക്കെ കാരണമായി തീരും. ആ 9 കഴിഞ്ഞ് 10 വായിച്ച് ആ ദൈവഭക്തിയിൽ വളരുമ്പോൾ തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചു പോരാടിയും വരുന്നു. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. ടു ഗ്രോ ഇൻ ഗോഡ്ലിനെസ്, അല്ലെങ്കിൽ ദൈവഭക്തിയിൽ വളരാൻ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. ഇല്ല, അങ്ങനല്ലേ? ആശ വെച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ട്രസ്റ്റ് ഇൻ ദ ലിവിങ് ഗോഡ്. പിന്നെ അധ്വാനിക്കണം ദൈവത്തിന് വേണ്ടി. എന്ത് ചെയ്യണം? ജീവനുള്ള ദൈവത്തിൽ ആശ വെക്കണം, അല്ലെങ്കിൽ ആശ്രയിക്കണം. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്ന വലിയവനായ ദൈവത്തിനു വേണ്ടി ഞാൻ അധ്വാനിക്കണം. നമ്മളൊക്കെ ജോലിക്ക് വേണ്ടി അത്യധ്വാനിക്കുന്നവരാ. അതിൻ്റെ ഒരു 25%, 50% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം സമയം കിട്ടത്തില്ലായിരിക്കും. ശതമാനമൊക്കെ നിങ്ങളും ദൈവവുമായിട്ട് വിളി അനുസരിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യം. പാസ്റ്റർ പറഞ്ഞു 25% എന്ന് നാളെ പറഞ്ഞു കളയല്ലേ, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ. ഒരു മിനിമം ഞാൻ പറയുമായിരുന്നു, ഒരു 25% എഫേർട്ട്, അധ്വാനം, ലേബർ. അതിനുവേണ്ടി കുറച്ച് നടക്കണം, കുറച്ച് പ്രവർത്തിക്കണം, കുറച്ച് സംസാരിക്കണം. അതല്ലേ എൻ്റെ അധ്വാനം. നമ്മളൊക്കെ ജോലിയിൽ എന്തോ ചെയ്യുന്നത്? നമ്മൾ ഒരാളെ ക്യാൻവാസ് ചെയ്യുവാൻ, മാർക്കറ്റ് ചെയ്യുവാൻ നമ്മളൊക്കെ ഒത്തിരി സംസാരിക്കും. അപ്പം ഇതിന് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? ജീവനുള്ള ദൈവത്തിൻ്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം, അത് മറന്നു പോകല്ലേ.
ജീവൻ നൽകുവാനും ജീവൻ എടുക്കുവാനും, സ്വർഗത്തിൽ കൊണ്ടുപോകാനും നരകത്തിൽ ഇടുവാനും നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വേല. അപ്പം ആ ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ടാമത് ആ ദൈവത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. മൂന്നാമത് ഇവിടെ എന്ത് എഴുതിയേക്കുന്നത്? പോരാടി വരണം. ഇല്ലേ? പോരാടി എന്ന് അവിടെ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന സഫർ റിപ്രോച്ച് എന്ന് എഴുതിയേക്കുന്നത്, അല്ലേ? കഷ്ടതകൾ ഒക്കെ സഹിച്ച്, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകൾ സഹിച്ച്. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് പോരാടിയും വരുന്നു. അധ്വാനിച്ചും പോരാടിയും വരുന്നു. യെസ്, അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത് ഇത് നീ അവരെ എന്ത് ചെയ്യണം? നേരത്തെ എഴുതിയിട്ടുണ്ട്, നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ എന്തുവാ? നീ നല്ലൊരു ദൈവദാസനായി തീരും. നീ ഇതവരെ ആജ്ഞാപിച്ച്, അയ്യോ വലിയ പേടിയാ, എനിക്കും പേടിയാ, ഈ റിക്വസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ദൈവദാസനോട് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? നീ അവരെ എന്ത് ചെയ്യണം? ആജ്ഞാപിക്കണം. ഇൻസ്ട്രക്ടർ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും ബൈബിൾ ടീച്ചേഴ്സ് അല്ല, എല്ലാവരും ഇൻസ്ട്രക്ടേഴ്സ് അല്ല. ഇവിടെ തിമോത്തിയോസിനോടാണ് പറഞ്ഞത്, ഇൻസ്ട്രക്ട് ദ ബ്രദേൺ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ അവിടെ എഴുതിയേക്കുന്നത്. നീ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ദൈവം ഓരോ ഞാൻ പല അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവം ദൈവദാസന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുപദേശിക്കുമ്പോൾ ഇടറിപ്പോകല്ല എന്നും ദൈവത്തിൻ്റെ ഇടറിപ്പോയാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയേക്കുന്നത്. അതൊക്കെ തിമോത്തിയോസിനോടും പൗലോസ് ഓരോ ലേഖനങ്ങൾ എഴുതുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് വീണ്ടും ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ പോകാം. പക്ഷെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ടൈമുണ്ട്. അത് എന്തിനും പാടാനായിരിക്കും, സുവിശേഷം നമ്മൾ സഭയായിട്ട് ചെന്ന് പറയുമ്പോൾ സുവിശേഷം പറയാനായിരിക്കും. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പം ദൈവസഭയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈമുണ്ട് പ്രബോധനം പറയുവാൻ. അത് ബൈബിൾ എഴുതിയിരിക്കുന്ന തമ്മിൽ പ്രബോധിപ്പിച്ച് ആശ്വസിപ്പിച്ച് കൊള്ളുക. അതപ്പോൾ എന്തിൻ്റെ പ്രബോധനമാണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉടച്ചു വാർക്കുന്ന പ്രബോധനമല്ല. തമ്മിൽ പ്രബോധിപ്പിച്ച് വരുന്നവർ ഒത്തിരി ആശ്വാസമില്ലാതെ വേദനയോടുകൂടിയല്ലേ വരുന്നത്. എന്നെ ദൈവം കഴിഞ്ഞ ആഴ്ച ആശ്വസിപ്പിച്ച ഒരു വാക്യം ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു. ദൈവം എന്നോട് സംസാരിച്ച ഒരു ചിന്ത ദൈവസന്നിധിയിൽ പറയുമ്പോൾ അത് കേൾക്കുന്ന എൻ്റെ കൂട്ടുസഹോദരനും കൂട്ടുസഹോദരിക്ക് എന്തായിത്തീരും? ആശ്വാസമായി തീരും. അല്ലാതെ അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ അല്ല. സ്തോത്രം. ഇവിടെ ദൈവദാസനോട് പറഞ്ഞിരിക്കുക, നീ ഇൻസ്ട്രക്ട് ദ ബ്രദേൺ. സഹോദരന്മാർ എന്ത് ചെയ്യണം? അവിടെ ആജ്ഞാപിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ദൈവദാസന്മാർ ആജ്ഞാപിച്ചാൽ വിശ്വാസികൾ കേൾക്കുന്ന. ഈ കാലഘട്ടത്തിൽ ഭവ്യതയോടുകൂടി പറഞ്ഞാലും ആർക്കും മനസ്സിലാക്കാത്തതിൻ്റെ കാരണം എല്ലാവരും അങ്ങ് ഇൻസ്ട്രക്ടേഴ്സായി പോയതായിരിക്കും. ഓൾ ആർ നോട്ട് ബൈബിൾ ടീച്ചേഴ്സ്, ഓൾ ആർ നോട്ട് ഇൻസ്ട്രക്ടേഴ്സ്. അതാദ്യം മനസ്സിലാക്കണം. ഞാനങ്ങ് തിരഞ്ഞെടുത്ത ഒരു മാർഗമൊന്നുമല്ല. ആദ്യം മനസ്സിലാക്കണം. ഒരു ദൈവദാസന്മാരും അങ്ങനെയല്ല. എനിക്കിപ്പം ഞാൻ വേറൊരു കാര്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ ഐ വോണ്ട് ബി എ ബൈബിൾ ടീച്ചർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ. ഞാനങ്ങ് പോയി കുറേ കോഴ്സസൊക്കെ പഠിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. ഇത് ദൈവത്തിൻ്റെ ആടുകളാണ്. അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ച ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. അവരെ വ്യക്തിത്വം മാറുവാൻ, അവരെ ഉടച്ചു വാർക്കുവാൻ, അവരെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുവാനും ഒക്കെ ഉള്ള ശുശ്രൂഷകൾ, അത് പടിപടിയായിട്ടാണ് ദൈവം ദൈവദാസന്മാരും അഹങ്കരിച്ചു പോകും. അതുകൊണ്ട് പടിപടിയായിട്ടാണ് ദൈവം ശുശ്രൂഷയിൽ വളർത്തി വരുന്നത്. അവർ പിന്നീട് ദൈവദാസന്മാരെ ഉപദേശിക്കുക, ശുശ്രൂഷയിൽ പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ആ ശുശ്രൂഷയുടെ ഭാഗങ്ങളൊക്കെ ദൈവം ഒരാളെ പണിതെടുക്കുമ്പോൾ ഇത് ഓർത്തോണം. ഇത് ഒരു വ്യക്തി തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ആ ശുശ്രൂഷയ്ക്ക് യഹോവയായ ദൈവം തിരഞ്ഞെടുത്തതായ യിരെമ്യാവിനോട് പറയുന്ന പോലെ ഭൂമിക്ക് അടിസ്ഥാനം. അപ്പം നമ്മുടെയൊക്കെ വിളിക്ക് വ്യത്യാസമുണ്ട്. എൻ്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ ഞാൻ ആ വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ ദൈവം എന്നെ മൂക്കൊണ്ട് ഇച്ഛ വരപ്പിച്ച് ആ വിളിയിലേക്ക് കൊണ്ടുവരും. വീണ്ടും ഞാൻ മർദ്ദലിച്ചാൽ ഐ വിൽ ബി കൗണ്ടഡ് അൺഫെയ്ത്ത്ഫുൾ. അവിശ്വസ്തനായ ദൈവം എന്നെ കണക്കിട്ട് എന്നെ മാറ്റി. അതും ഓർത്തോണം. എൻ്റെ മേൽ വിളിയുണ്ട്, ഞാൻ ആ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ. അതല്ല, നമ്മൾ ഉപമകളെല്ലാം നമ്മൾ ഈ മർമ്മങ്ങൾ മനസ്സിലാക്കുന്ന ഉപമയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് വിളിച്ചവർ വിവാഹ സത്യയ്ക്ക് വന്നില്ലെങ്കിൽ ദൈവം എന്തു ചെയ്യും? അവരെ അങ്ങ് ലിസ്റ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്ത്
അയോഗ്യരായവരെ ദൈവം വിളിച്ചു ചേർക്കും. ഹല്ലേലൂയ. അത് ശുശ്രൂഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒത്തിരി പേരുടെ ജീവിതവും അനുഭവങ്ങളും നമ്മൾ കണ്ടാണ് നമ്മൾ തന്നെ ഭയത്തോടുകൂടി നമ്മളെ തന്നെ ക്രമീകരണത്തോട് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പം ശുശ്രൂഷയ്ക്ക് വിളിച്ച ഒരാൾ ദൈവത്തിനു വേണ്ടി പൂർണ്ണസമയം ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും ദൈവം അവനെ തള്ളിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ, ഒരു അയോഗ്യൻ, ഒരിക്കലും വിശ്വാസത്തിൽ പോലും വരത്തില്ല നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തിയെ ശക്തനായ ഒരു ദൈവദാസനായിട്ട് ഉപയോഗിക്കേണ്ട നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടി വരും. ദൈവം എങ്ങനെയാണേലും നിങ്ങൾ ആർത്തില്ലെങ്കിൽ എന്തോ ദൈവം പറയുന്നത്, ഈ കല്ലുകളാണ്. നമ്മളങ്ങ് സ്തുതിച്ചാൽ മാത്രമേ യഹോവയ്ക്ക് നമ്മുടെ സ്തുതികൾ മേലാണല്ലോ ദൈവം വസിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാൻ അൺഫെയ്ത്ത്ഫുള്ളായി തീർന്നാൽ ഗോഡ് വിൽ റേസ് അനദർ ഹല്ലേലൂയ an army of faithful people. ഇല്ലേ? ഹല്ലേലൂയ. ഒരു വലിയ സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കും വിശ്വസ്തരായിട്ടുള്ളവർ. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ എൻ്റെ വിളി അനുസരിച്ച് അതായിരിക്കണം ദിവസത്തിൻ്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, എൻ്റെ വിളി അനുസരിച്ച്, എൻ്റെ വിളി എന്തുവാന്ന് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിനെ പരിശുദ്ധാത്മാ വിൽ റിമൈൻഡ് യു, ഇല്ലേ? വിൽ ബ്രിങ് ഇൻ ടു റിമെമ്പറൻസ്. എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരും എൻ്റെ വിളി എന്തുവാന്ന്. ദൈവം നമ്മളെ അങ്ങനെ ബലപ്പെടുത്തട്ടെ, സഹായിക്കും. ഇവിടെ താൻ ചെറുപ്പമാണ്, ഇല്ലേ? തൻ്റെ ജീവിതം 12 വായിച്ചേ. നിന്റെ ജീവിതം ഒരു മാതൃകയായി തീരട്ടെ. ആരും അവിടെ ഒരു കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. നിന്നെ നോക്കുന്ന നിൻ്റെ അയലോക്കക്കാർ, നിന്നെ ഇടപെടുന്നവർ, നിൻ്റെ ജീവിതം. ഞാൻ എന്ത് പറയുന്നു മറ്റുള്ളവരോട് പറയുന്നു. ഇപ്പോൾ സ്റ്റേജിലുള്ള പ്രസംഗം മാത്രമല്ല, ഞാൻ വേറൊരു വ്യക്തിയോട് ഞാൻ വേറൊരു വ്യക്തി ആരെങ്കിലും ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സുവിശേഷം പറയുമ്പോഴും എൻ്റെ ജീവിതം ഷുഡ് ബി ആൻ എക്സാമ്പിൾ. തിമോത്തിയോസിനോട് പറയുന്നത് നിൻ്റെ ജീവിതം, അതിന് താൻ ചെറുപ്പക്കാരനോടാണ്, നിൻ്റെ ജീവിതം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് അതിനൊരു മാതൃകയായി തീരട്ടെ. മാതൃകയായി തീർന്നാൽ മാത്രമേ ആൾക്കാർ എന്നെ പിൻപറ്റത്തുള്ളൂ. മാതൃകയായി തീർന്നാൽ മാത്രമേ ഞാൻ അനേകർക്കൊരു എൻകറേജ്മെൻ്റായി തീരത്തുള്ളൂ. ഞാൻ പിൻപറ്റുവാൻ കൊള്ളാമെന്ന ഒരു നാളെ കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷനെ പറ്റി പറഞ്ഞു, ഒരു മെറ്റീരിയലായി തീരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വ്യക്തിയായി തീരത്തുള്ളൂ, ഒരു മാതൃകാ പുരുഷനായി തീരത്തുള്ളൂ. 13-ാമത്തെ വാക്യം. ദൈവവേലയിലുള്ളവരും കൂടുതൽ നമ്മളെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ പതുക്കെ ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മുറുകെ പറ്റുന്ന ഭാരം, പാപം, അതിങ്ങനെ കാലെ ചുറ്റിപ്പിടിക്കും, കുടഞ്ഞാൽ പോകത്തില്ല. അതിൽ നിന്ന് എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിഷയങ്ങളൊക്കെ മാറി നീ ചില കാര്യങ്ങൾക്കോ നിൻ്റെ വിളി അനുസരിച്ചും നിൻ്റെ സ്പിരിച്വൽ അനോയിൻമെൻറ്റ് അല്ലെ ആത്മീയ അഭിഷേകം നിൻ്റെ നിറവ് പ്രാപിക്കുവാൻ, നിനക്ക് ശുശ്രൂഷയിലൊരു വർധനവുണ്ടാകുവാൻ, നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവഭക്തിയിലൊരു വർധനവുണ്ടാകുവാൻ നീ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. സമയം വേർതിരിച്ചാലേ പറ്റൂ. ഏതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? എന്ത് വായനയാ? പുസ്തക വായനയല്ല. സ്തോത്രം. ഞാൻ വേറൊരു പുസ്തകം വായിച്ച് എൻകറേജ്മെൻ്റായി തീരും. നല്ലതാണ് പുസ്തകം വായിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഞാനതിൽ അറിവുകൾ പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാഷ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ പലരും ഒത്തിരി ബുക്സ് വായിച്ച്, നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ പുറകിലത്തെ ബിബ്ലിയോഗ്രഫി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഏതൊക്കെ ബുക്സ് അവർ റെഫർ ചെയ്തു ബുക്ക് വായിക്കുവാൻ. അവരൊത്തിരി കഷ്ടപ്പെട്ടാണ് ഒരു ബുക്ക് എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും കുറേയൊക്കെ എറർ ഫ്രീ ആക്കി പബ്ലിഷ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആ 2-3 വർഷത്തെ അധ്വാനം ചില മണിക്കൂറിനകത്ത് നമുക്കും കിട്ടും. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ആത്മീയ വിഷയത്തിന് നമ്മൾ എത്ര പുസ്തകം വായിച്ചാലും, എത്ര യൂട്യൂബ് പ്രസംഗം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയായിരുന്നു, എത്ര യൂട്യൂബ് പ്രസംഗം ഞാൻ കേട്ടാലും ആ ഉപദേശി പറയുന്ന ഒരു ഏറ്റുപദേശിയായി മാത്രമേ ഞാൻ തീരത്തുള്ളൂ. എൻ്റെ പേരെന്തുവാ? ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച് ശുശ്രൂഷിക്കുന്ന ഉപദേശിയല്ല. എൻ്റെ പേര് ഏറ്റുപദേശി. അതിനാണോ ഏറ്റുപദേശിക്ക് വല്ല ഒരുങ്ങണോ? പണ്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഏറ്റുപദേശിമാരുണ്ടായിരുന്നല്ലോ, പ്രായമുള്ള ഏറ്റുപദേശിക്ക് ഒന്നും ഒരുങ്ങണ്ട. ഞാൻ ഒത്തിരി ദൈവദാസന്മാർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം തന്ന കൃപകൾ. ഞാൻ ഈ ഒരു ചാൻസ് കിട്ടിയാൽ ആരുമില്ല ചാടിക്കയറുന്ന ഒരു വ്യക്തി. അത് പണ്ടേ അങ്ങനെ, ഏത് പ്രോഗ്രാമിൽ ചാടി ഞാൻ കയറും. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കയറും. ആ ഭാഷ ശരിക്കും എനിക്ക് അറിയാമോ ഇല്ലയോ എന്ന് പോലും അറിയുന്നതിന് മുമ്പേ അങ്ങനെ കയറിയത് കൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു കൃപയും എനിക്ക് തന്നെന്ന് തോന്നുന്നു. എങ്കിലും ഏറ്റുപദേശിക്കൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. പ്രസംഗിക്കുന്ന ദൈവദാസന് മാത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഏറ്റുപദേശി എന്തുവാ? താൻ പറയുന്നു ബുള്ളറ്റ് പോലെ ചിന്തിക്കാൻ സമയം തരത്തില്ലല്ലോ. അതുപോലെ നമ്മൾ അതിനുവേണ്ടി മോണിറ്റർ സ്പീക്കറൊക്കെ നമ്മുടെ അടുത്തോട്ട് വെക്കും. കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റു പറയുന്ന ആൾ അതുപോലെ അങ്ങ് പറയും.
അതിന് വാക്കുകൾ തെറ്റല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഭാഷ അറിഞ്ഞാൽ മതി. അതിന് പ്രത്യേകിച്ച് കൃപയൊന്നും വേണ്ട. അപ്പം ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ തനിക്ക് കിട്ടിയ കൃപ, വെളിപ്പാട് ഞാൻ ഏറ്റുപറയുന്നതാണ്. ഏതെങ്കിലും യൂട്യൂബ് പ്രസംഗം കേട്ടാൽ അവർക്ക് കിട്ടിയ, ആ ദൈവദാസന് കിട്ടിയ വെളിപ്പാട് ഞാൻ ഏറ്റുപറയും. ഞാൻ ഈ സഭയിൽ വന്ന് ഇങ്ങനെ ഏറ്റുപറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും പുതിയത് പ്രാപിക്കുമോ? ഇപ്പോൾ 2026 ഇത് പട്ടണം കൊച്ചിയാണ്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിലെ ആത്മീയമായിട്ട് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് ജയം പ്രാപിക്കണം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങൾക്കും നിങ്ങൾ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കും ഉത്തരത്തിനാണ് നിങ്ങൾ ഞായറാഴ്ച ദൈവസന്നിധിയിൽ വരുന്നത്, അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച അല്ലെ ഈ ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോകും. കർത്താവ്, ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നു? അതിൻ്റെ ഉത്തരത്തിനാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഏറ്റു പറഞ്ഞാൽ, ആരുടെങ്കിലും കേട്ടു പറഞ്ഞാൽ, നിങ്ങളൊന്നും പ്രാപിക്കാതെ നല്ല ഒരു ഫൈൻ പ്രിപ്പയർഡ് പ്രസംഗം കേട്ട് പോകുന്നേ ഉള്ളൂ. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കത്തില്ല. സ്തോത്രം. നിങ്ങളും അതുപോലെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തിമോത്തിയോസിനോട് പറയുന്ന കാര്യം. പൗലോസ് ഒരു വലിയ ശക്തരായ ദൈവദാസനാണ്. പുള്ളിക്ക് മർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുള്ളി ജീവിതം അത്ര ഡെഡിക്കേറ്റഡ്. ഭാര്യയുള്ളവൻ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നു, ഭാര്യ ഇല്ലാത്തവൻ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് വരെയും തൻ്റെ ഡെഡിക്കേഷൻ്റെ കൂടുതൽ കൊണ്ട് താൻ സഭയെ ഓർപ്പിച്ച ഒരാൾ. അത്രയും ഒരു കുടുംബം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മക്കളെപ്പറ്റി ഈസ് നോട്ട് വെറീഡ്. ഒന്നിനും താൻ കരുതണ്ട. തനിക്ക് ഫുഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സ്തോത്രം പറയുവാൻ ദൈവം തന്നെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ജീവിക്കുവാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം തനിക്ക് ഒറ്റ കാര്യം, അതുകൊണ്ട് മർമ്മങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിച്ച് പോകാതിരിപ്പാൻ ദൈവം എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. അതുപോലെ വെളിപ്പാടുകൾ ആഴമേറിയ തിരുവത്താഴത്തെപ്പറ്റി, ഓരോ കാര്യത്തെപ്പറ്റി ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നു. അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന തിരുവത്താഴ ശുശ്രൂഷ മാറ്റി, അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെ വേണം തിരുവത്താഴം നടത്തണം, ലോർഡ്സ് ടേബിൾ, അത് ദൈവം എല്ലാവർക്കും ഇങ്ങനെ ചുമ്മാതെ ആഹാരം കഴിഞ്ഞ് ഭോജനം തിന്നുന്നതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ വരെയും യോഹന്നാൻ പത്മോസിൽ ആഴമേറിയ വെളിപ്പാടുകൾ കിട്ടിയ പോലെ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമക്കളെ എന്തൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടില്ലേ? ഈ ക്ഷാമകാലത്തും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഏത് കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്ന. ഇനിയും എന്തായി തീരും? മാറ്റങ്ങളൊന്നും വരുന്നില്ല. CNG കിട്ടുന്നില്ല. പിന്നെ രാവിലത്തെ ഇന്നലത്തേക്ക് ന്യൂസ്, CNGയുടെ ഫ്രണ്ടിലൊക്കെ 100 വണ്ടികൾ കിടന്ന ഒരു സമയം ഞാൻ കണ്ടു. ഇപ്പോൾ അതും കിട്ടുന്നില്ല. മുഴുവൻ വെളിയിലത്തെ ഇറാനിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്ന CNG, ഉള്ള CNG ഒക്കെ ഓടിച്ചു. ഇപ്പോൾ CNG കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം CNG വണ്ടികൾ ഇനി എങ്ങനെ ഓടും? ഓട്ടോയും കാറും മുഴുവൻ ടാക്സിയാണ്. ടാക്സിക്കാർക്ക് പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. അവസാനം സൈക്കിളിന് ഈ ആൾക്കാരെ വെച്ചോണ്ട് ഊബർ ഓടുമോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇന്ധനമില്ലെങ്കിൽ എന്ത് ചെയ്യും ആൾക്കാർ? അല്ലെ എല്ലാവരും ഓരോ സൈക്കിൾ വാങ്ങിച്ചും സ്വയം 100 വർഷം മുമ്പിലത്തേക്ക് പോവുക. അങ്ങനെ ഒരു ഇത്രയും സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഇത്രയും കൃഷിയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ ഈ രാജ്യം പോലും ജനങ്ങൾക്ക് സാധാരണ അരി കൊടുക്കാൻ ഇനി ബുദ്ധിമുട്ടും. സാധനങ്ങൾക്കെല്ലാം വില ഒരു ക്ഷാമകാലത്ത് പോകുമ്പോൾ, ഈ ക്ഷാമകാലത്തും ദൈവം നമ്മളെ കൃപയോടുകൂടി പോറ്റുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോരെ. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി അല്പസമയം ഒന്ന് വേർതിരിക്കുവാൻ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. എന്ത് ചെയ്യണം? എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് എവിടേക്ക്? ഞാൻ വരുവോളം. കാര്യം അടുത്തൊരു ലെവൽ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പേ അപ്പോസ്തലൻ വന്ന് പ്രാർത്ഥിച്ച ആ കാര്യം, താൻ ചെറുപ്പമാണ്, അതുവരെയും നീ എന്ത് ചെയ്യണം? നീ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒന്ന് നിൻ്റെ ജീവിതം ഒരു എക്സാമ്പിൾ എത്തിയിട്ട്. രണ്ടാമത് വായന, ബൈബിൾ വായനയാണ് കേട്ടോ. ബൈബിൾ വായിച്ച്, പിന്നെ അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഉള്ള പ്രബോധനം, ഉപദേശിക്കണമെങ്കിൽ ഞാൻ ഉപദേശിക്കുവാൻ ആദ്യം എത്തിക്കണം, യോഗ്യനാകണം. അപ്പോൾ ഉപദേശിച്ച് 3 കാര്യം ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്യണം. നിൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, നിൻ്റെ മക്കളെ വളർത്തുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, നിൻ്റെ കുടുംബ ജീവിതത്തിലോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു കൊള്ളും. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്വം. അത് ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമൊക്കെ അറിയാം. അതൊന്നും പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. അത് നമ്മൾ വി ആർ എക്സ്പീരിയൻസിങ് ജീസസ്. നമ്മൾ അനുഭവിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പം നീ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ 3 കാര്യങ്ങൾ. പിന്നെ ഇത് നീ കരുതുക. കാരണം എന്തുവാ? ദൈവദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് ശക്തമായ അധികാരത്തോടുകൂടി പ്രവചനം പറഞ്ഞതാ. വരുന്ന ആളുകൾ നിന്നെ ഒരു അപ്പോസ്തലനായിട്ട് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. നീ ആ ശുശ്രൂഷ മറന്നു പോകല്ലേ.
പ്രൈസ് 1 2 3 എന്ന് പറഞ്ഞ് വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. അതിനു വേണ്ടി ഒത്തിരി ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാ. നീ ആ പണിയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ വരുന്നവരെയും നീ ആ പണിയിലൊന്ന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഇനി ഔട്ട്പുട്ട് വരണം, ശുശ്രൂഷ വരണം, അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഈ ദിവസങ്ങൾ നല്ല അനുഭവങ്ങൾ തരുന്ന ദിവസം. തിമോത്തിയോസേ, നീ അതിൽ എന്ത് ചെയ്യുക? ആ സമയത്തൊന്നും ഇടറിപ്പോകാതെ, ഇളകിപ്പോകാതെ, പെറുപെറുക്കാതെ, ഡൗൺ ആയി പോകാതെ, മടുത്തു പോകാതെ. കുറ്റം വിധിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഹല്ലേലൂയ എപ്പോഴും ഒരു എതിർപ്പ് വരുമല്ലോ. അത് ദേശശക്തി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമല്ലോ. ദേശശക്തി ഏതൊക്കെ രീതിയിൽ, സ്തോത്രം ഹല്ലേലൂയ, ഇനി സാമ്പത്തികമായിട്ടായിരിക്കും, ശാരീരികമായിട്ടായിരിക്കും, ഓരോ ദൈവദാസന്മാരെ അല്ലെ ഓരോ ദേശത്തുള്ള പോരാട്ടം, അല്ലെ നിങ്ങളാണെങ്കിൽ ഓരോരുത്തർ ശുശ്രൂഷയിൽ വർദ്ധിക്കുമ്പോൾ നിങ്ങളെ കൺഫ്യൂഷനിലാക്കുവാൻ. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ആദ്യം മനസ്സിലാക്കുക, അങ്ങനാണോ ഇങ്ങനാണോ, അതാണോ ശരി ഇങ്ങനാണോ ശരി, അത് മനസ്സിലാകുവാനാണ് നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? അഭ്യസിച്ച് എക്സസൈസ് ചെയ്യുക, ആത്മീയ വളർച്ച പ്രാപിക്കുക, ദൈവം സംസാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ, തീരുമാനമെടുക്കുവാൻ. ഇവിടെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്റെ ഏത് അഭിവൃദ്ധിയാ? അയ്യോ, ഇന്നത്തെ ദൈവദാസന്മാരുടെ കയ്യിൽ ഈ വാക്ക് അഭിവൃദ്ധി എന്ന് കിട്ടിയാൽ കടുക് പൊട്ടിക്കുവാൻ ഇല്ലേ, പൊടി പൊടിക്കുന്നു. എങ്ങനെ, എന്തൊക്കെയാണ് എൻ്റെ ടേംസ്? അവരിതിന്മേൽ, ഓ പണ്ട് നിനക്കൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ നീ കടന്നുപോയ വഴികൾ, ഇപ്പം നിൻ്റെ അഭിവൃദ്ധി ദേശത്ത്, നിൻ്റെ ജീവിതത്തിൽ നിങ്ങളിങ്ങനത്തെ ഒക്കെ പ്രസംഗം കേട്ട് അറിയാതെ ആമേൻ പറഞ്ഞൊക്കെ പോയ കാലമില്ലായിരുന്നോ? നിങ്ങളുടെ അഭിവൃദ്ധി ദേശത്തൊന്ന് പ്രസുതമാകട്ടെ. നിങ്ങളെ നിന്ദിച്ചോറുമ്പോൾ ദൈവം നിങ്ങളുടെ അഭിവൃദ്ധി കണ്ടൊന്ന് മാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞേനെ. ഹല്ലേലൂയ. എൻ്റെ അഭിഷേകം നഷ്ടപ്പെടാതിരിപ്പാൻ ഞാൻ അല്ലേലും ഇങ്ങനെ പറയത്തില്ല. ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. വേറൊന്നും കൊണ്ടല്ല, ജനിച്ചപ്പോഴേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം പഠിച്ചതും ജോലി ചെയ്യാൻ ഇറങ്ങിയൊക്കെ വ്യക്തിയാണ്. ദൈവം പഠിപ്പിച്ചതാ. നമ്മുടെ വിളി അനുസരിച്ച് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുവാണല്ലോ ദൈവം വീണ്ടും ഈ ദിവസങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ അഭിവൃദ്ധി പ്രസിദ്ധമാക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ അധ്യായം മുഴുവൻ എന്തിൻ്റെ അഭിവൃദ്ധിയെ പറ്റിയാണ് പറഞ്ഞത്? നിൻ്റെ ദൈവഭക്തി, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, അതിൻ്റെ അഭിവൃദ്ധി. ഒത്തിരി ഡെഡിക്കേറ്റഡായിട്ട് സമർപ്പണത്തോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രതയോ ഡിസ്റ്റർബൻസസ് എല്ലാം മാറ്റുക. ഓൾ സ്പിരിറ്റ് ഓഫ് ഡിസ്റ്റർബൻസസ് മാറ്റി വചനം ധ്യാനിക്കുമ്പോൾ നല്ല വെളിപ്പാടുകൾ. ആ വെളിപ്പാടുകൾ ആ ദൈവമക്കളെ നമ്മളെ ശക്തമായിട്ട് നിർത്തുന്നത്. ഏത് പ്രതികൂല കാലഘട്ടത്തിലും നമ്മൾ ഹല്ലേലൂയ. ഇന്നാളീ വേറെ ദേവദാസൻ പറഞ്ഞ പോലെ കേട്ട് കുരയ്ക്കുമല്ലോ നമ്മൾ. വേറൊരു പട്ടി, അയാൾ ആ പട്ടിയാണ് കള്ളനെ കണ്ടത്. അത് കണ്ട് അവൻ കുരച്ചതുകൊണ്ട് ഞാൻ കുരയ്ക്കുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കാണണം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പ്രാപിച്ചത് ഹല്ലേലൂയ വ്യക്തമായ ദൈവകൃപയോടുകൂടി ദൈവിക പരിജ്ഞാനത്തോടുകൂടി പറയുവാനും പഠിപ്പിക്കുവാനും യോഗ്യരായി തീരണം. അതുകൊണ്ട് സ്തോത്രം. ആ DL മൂഡിയുടെ അനുഭവമല്ല, വില്യം ക്യാരിയുടെ അനുഭവമല്ല. പല ദൈവദാസന്മാരും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒത്തിരി പേരുടെ നല്ല അനുഭവങ്ങൾ എൻകറേജ്മെൻറ്റ് പറയുമ്പോൾ ഈ ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന എന്നെയും നിങ്ങളെയും നല്ല അനുഭവങ്ങൾ കൂടെ കടത്തിവിട്ട് വെളിപ്പാടുകൾ പ്രാപിച്ച് അത് അനേകരെ എൻകറേജ് ചെയ്യട്ടെ. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ വളരെ പ്രതീക്ഷയുണ്ട്, വലിയ ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുക. 16-ാമത്തെ വാക്യം വായിച്ചേർത്ത. അതൊരു ഭയങ്കര വാക്യമായി പോയി ഇല്ലേ? നിന്നെയും നിന്റെ ഉപദേശത്തെയും എന്ത് ചെയ്യണം? ആദ്യത്തെ കാര്യമാണ്. അറിയാതെ ഉപദേശം ഇനി കിട്ടാതിരിക്കുമ്പോഴും ഞാൻ ചേർത്ത് പ്രസംഗിക്കാൻ പോയാൽ തെറ്റി ഇല്ലേ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ എവിടുന്നെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നോ വീഡിയോ എന്നോ കേട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നിന്നെയും നിൻ്റെ ഉപദേശത്തെയും, ദൈവദാസന്മാരെ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണല്ലോ, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവരെ തെറ്റിക്കും. നിന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. രണ്ടാമത്, ദൈവം നിന്നോട് ഇടപെട്ടതും പ്രാപിച്ചതും തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ അതിലെന്ത് ചെയ്യണം? അതിൽ കണ്ടിന്യൂ ഇൻ ദം, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ഞാൻ പ്രസംഗിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവരെന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. നമ്മൾ ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കൊക്കെ സുവിശേഷം പറയുവാൻ അറിയാം. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങൾ ഒരാളോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരെ രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക.
ഇതിൽ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കാതിരിക്കാനാണ് ഇളക്കുവാൻ സാത്താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നത്. ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ദൈവം തന്നിരിക്കുന്ന ഒരു തീരുമാനം, പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, അതിൽ നിലനിൽക്കുവാൻ കഴിയാത്തുള്ള അവസ്ഥ. കർത്താവിനോട് ബലത്തിനായിട്ട് ചോദിക്കാം, കൃപയ്ക്കായിട്ട് ചോദിക്കും. അപ്പം ആ ദൈവം തന്ന കാഴ്ചപ്പാടിലും ഉപദേശത്തിലും നിലനിൽക്കുക. അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും.